Hi, hello, my dear subscribers and viewers. Once again, welcome back to my channel. ഇന്ന് അലൈറ സ്പേസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വാളൻപുളിയുടെ കുരുനില പറിച്ച് അരച്ചുണ്ടാക്കി ഒരു മീൻ അട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചെറിയ ഇനത്തിൽപ്പെട്ട മത്സ്യം, അതാണ് സാധാരണയായി ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നത്തോലി ആണ്, അത് 1 കിലോ ഉണ്ട്. ഇനി ഇതിന് പുളി കിട്ടത്തക്ക രീതിയിൽ വാളൻപുളിയുടെ കുരുനില പറിച്ചെടുക്കുക. കൂടുതൽ പുളി വേണം എന്നുണ്ടെങ്കിൽ വാളൻപുളി ഒരു ചെറിയ നെല്ലിക്കായുടെ വലുപ്പത്തിൽ ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് തേങ്ങ. അപ്പോൾ ഇത്രയും മത്സ്യത്തിന് ഒരു വലിപ്പമുള്ള തേങ്ങയുടെ പകുതി ചുരണ്ടിയത് മതിയാകും. ഇനി നല്ല എരിവുള്ള കാന്താരിമുളക് ഇല്ല എങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനിയും ആവശ്യമുള്ളത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ആവശ്യത്തിന് കുറച്ച് മതിയാവും. അത് അരിഞ്ഞെടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് പാനിൽ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ചുവന്നുള്ളിക്ക് ലഭിക്കണം. അതുവരേക്കും അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ നന്നായി ചതച്ചെടുത്ത കുരുമുളക്, ഇഞ്ചി എന്നിവ കൂടി ചേർക്കുക. അപ്പോൾ കുരുമുളകും ഇഞ്ചിയും അതും ഒന്ന് നന്നായി മൂത്ത് വരണം. അതിനുശേഷം ഈ ഒരു മിക്സ് തേങ്ങയുടെ കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ ചേർക്കുക. കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നല്ലൊരു വൃത്തിയുള്ള വാഴയില എടുക്കുക. അതിലേക്ക് ഇത് പരത്തി വെച്ചതിന് ശേഷം വാഴയില കൊണ്ട് തന്നെ ഇത് മൂടുക. ഇനി ഇത് നമ്മൾ മൺചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മൺചട്ടി അല്ലെങ്കിൽ ദോശയൊക്കെ ചുടുവാൻ ഉപയോഗിക്കുന്ന അതിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തീ ഒരിക്കലും ഒത്തിരി കൂടാൻ പാടില്ല. അത് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിഷ് വളരെ പണ്ട് മുതലേ ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. മീനെ ഈ രീതിയിൽ കുക്ക് ചെയ്ത് കഴിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ കുരുമുളകും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വാളൻപുളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇതുപോലെ ഡാർക്ക് കളറിൽ ഇരിക്കുന്നത്. അതല്ല എങ്കിൽ നല്ലൊരു പച്ച നിറം, വാളൻപുളിയുടെ ഇലയുടെ ആ ഒരു നിറം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.